ഓക്കെ 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 ഒന്നുകൂടി പറയാം കേട്ടോ. ഓക്കെ ഓക്കെ റെക്കോർഡിംഗ് കറക്റ്റ് ആയിട്ട്. ചോദ്യം ഇതാണ്, when I went there, when I went there, THERE, when I went there, she was sleeping. She was sleeping. Okay. ഒരു സെന്റൻസ് ഇവിടെ കൊടുത്തേക്കാണ്. ഓക്കെ, ഇനി അതൊന്ന് മനസ്സിലാക്കിക്കോ. when I went there, she was sleeping. സ്മിത ജെറോ സാർ ഇത് എത്രാമത്തെ യൂണിറ്റ് എന്നാ പറഞ്ഞേ? എന്തോ ഇത് എത്രാമത്തെ യൂണിറ്റ് എന്നാ പറഞ്ഞു? ഞാൻ ആദ്യം കേട്ടില്ലായിരുന്നു. 9 യൂണിറ്റ് നമ്പർ 9. ഓക്കെ സ്മിത, ഇതൊന്ന് വായിച്ചു സ്മിത. when I went there, she was sleeping. When I went there, she was sleeping. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം, മീനിങ് എന്ന് പറഞ്ഞേ? എപ്പോഴാണോ ഞാനും അവളും ഉറങ്ങാൻ പോകുന്നത്. അപ്പൊ സ്ലീപ്പ് ഒന്നും വന്നില്ലല്ലോ. സ്ലീപ്പിംഗ് ഉറങ്ങി കഴിഞ്ഞു. ഞാനും അവളും എപ്പോഴാണ് ഉറങ്ങിപ്പോയത്. ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ പ്രതിഭ, ഇതിന്റെ അകത്ത് സ്മിതയോട് പറയുന്ന ഒരു സ്ഥലത്തൊരു കോമ ഇട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്മിത എവിടെ ഇടും കോമ? ഒരു കോമ ഇടാനായിട്ട് സ്മിതയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് എവിടെ ഇടും? ഒരു അർത്ഥം കിട്ടാവുന്ന രീതിയിൽ എവിടെ ഇടും ഒരു കോമ? ഏത് വാക്ക് കഴിഞ്ഞിട്ട് കോമ ഇടും? ജാൻസി, there കഴിഞ്ഞിട്ട് കോമ ഇടും സർ. ഏത് കഴിഞ്ഞിട്ട് കോമ ഇടും. ഓക്കെ, അപ്പൊ ഈ ഇപ്പൊ എഴുതിയിരിക്കുന്ന വാചകത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞ ജാൻസി, when I went there, she was sleeping എന്ന് പറയുമ്പോ ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. ഓക്കെ സ്മിത, അങ്ങനെയാണ് എന്റെ അർത്ഥം കേട്ടോ. when I went there, ഞാൻ അവിടെ ചെന്നപ്പോൾ she was sleeping, അവിടെ എന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം when I went there എന്ന് പറയുന്ന ഒരു ഭാഗം, ഞാൻ അവിടെ ചെന്നപ്പോൾ. she was sleeping എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഭാഗം. അപ്പൊ രണ്ട് ഭാഗങ്ങളുണ്ട് ഇതിന്. ഓക്കെ, ഈ സെന്റൻസിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. അപ്പൊ ആദ്യത്തെ ഭാഗത്തെ നമ്മൾ ഭാഗം എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ നമ്മൾ ക്ലോസ് എന്ന് പറയും. CLAUSE ആണ് ക്ലോസ്. അപ്പോ when I went there എന്ന് പറയുന്നത് ഒരു ക്ലോസ്, she was sleeping എന്ന് പറയുന്നത് അടുത്ത ക്ലോസ്. അപ്പൊ ഇങ്ങനെ എത്ര ക്ലോസ് ഇതിൻ്റെ അകത്തുണ്ട്? രണ്ട് ക്ലോസുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, സംശയമൊന്നുമില്ല, രണ്ട് ക്ലോസുകൾ. ഇനി ജാൻസി, ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു സംഗതി, ഓക്കെ, നമ്മൾ പറയുന്നു when I went there എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ അവിടെ ചെന്നപ്പോൾ. മതി, അത്രേ പറഞ്ഞോളൂ. അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ജാൻസി പറഞ്ഞത് കറക്റ്റ് ആണ്. when I went there എന്ന് പറയുന്ന അത്രയും പറയുമ്പോൾ, ആ ഒരു ക്ലോസ് പറയുമ്പോൾ അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നില്ല. മറ്റേത് അവിടെ ഇല്ലാന്ന് വിചാരിക്കും. she was sleeping എന്നുള്ളത് ഇല്ലാന്ന് വിചാരിക്കും. അപ്പൊ when I went there എന്ന് പറയുമ്പോൾ അർത്ഥം പൂർത്തിയാകുന്നില്ല. അങ്ങനെ അർത്ഥം പൂർത്തിയാകുന്നില്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറയും, അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. സബോർഡിനേറ്റ് എന്ന് ഓർത്താൽ മതി നമ്മൾ. സബോർഡിനേറ്റ് ക്ലോസ്. അപ്പോ ഒരു വാചകത്തില് ഒന്നോ ഒന്നിലധികമോ ക്ലോസുകൾ ഉണ്ടാവാം. അതില് അർത്ഥം പൂർത്തിയാവാത്ത ക്ലോസുകളെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നു. സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ ഓക്കെ, അലീഷ രതീഷ്. ഓക്കെ ഓക്കെ, ഇതിന്റെ അകത്ത് when I went there എന്നുള്ളത് ഇല്ലാന്ന് വിചാരിക്കും. ബാക്കിയൊന്ന് വായിച്ചു. went there ഇല്ല എന്നുള്ളതോ? അല്ല, there വരെ ഇല്ലാന്ന് വിചാരിക്കും. she was sleeping. she was sleeping അല്ലേ? അതല്ലേ she was sleeping എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? അവൾ ഉറങ്ങുകയായിരുന്നു. അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നുണ്ടോ? അർത്ഥം പൂർത്തിയാവുന്നുണ്ടോ? അതൊരു വാചകം പറഞ്ഞില്ലേ, അപ്പൊ അർത്ഥം കംപ്ലീറ്റ് ആണ്. she was sleeping,
അവൾ ഉറങ്ങുകയായിരുന്നു. ഞാൻ അതൊന്നും എന്റെ മീനിങ് കംപ്ലീറ്റ് ആണെന്നാണ് ചോദിച്ചത്. അർത്ഥം പൂർണ്ണമാകുന്നുണ്ട് സാറേ. ഓക്കെ ഓക്കെ, അർത്ഥം പൂർണ്ണമാകും. നേരത്തെ വെൻ ഐ വെന്റ് ദെയർ എന്ന് പറഞ്ഞ പോലെ അല്ല അത്. വെൻ ഐ വെന്റ് ദെയർ എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ, അത്രേ ഉള്ളൂ. ഒരാളെ വിളിച്ചിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് ബാക്കിയൊന്നും മിണ്ടാതെ പോയി കഴിഞ്ഞാൽ അയാൾ എന്ത് പറയും? ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, ഇന്ന് എന്ത് പറ്റിയെന്ന് ചോദിക്കും അല്ലേ? ഓക്കെ. നേരെ മറിച്ച് ആദ്യത്തെ വാചകം പറയാതെ രണ്ടാമതുള്ള വാചകം നമ്മൾ പറയാണ് ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നു. അതിന്റെ അർത്ഥം പൂർത്തിയാവുന്നുണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു സെന്റൻസിലെ ഒരു ക്ലോസ് നമ്മൾ എടുക്കുമ്പോൾ ആ ക്ലോസിന്റെ അർത്ഥം പൂർത്തിയാകുന്നുണ്ട് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് മെയിൻ ക്ലോസ് എന്ന് പറയും. എന്ത് പറയും? മെയിൻ ക്ലോസ്. അപ്പൊ ഇപ്പോഴും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, ഒരു സെന്റൻസിൽ ഒന്നിലധികം ക്ലോസുകൾ വരാം. ചിലപ്പോൾ ഒരു ക്ലോസ് ആയിരിക്കാം, ചിലപ്പോൾ ഒന്നിലധികം ക്ലോസുകൾ വരാം. ആ ക്ലോസുകളെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും മറ്റേതിനെ മെയിൻ ക്ലോസ് എന്നും പറയും. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം പൂർത്തിയാവാത്ത ക്ലോസുകളെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും, അർത്ഥം പൂർത്തിയാവുകയാണെങ്കിൽ അതിനെ മെയിൻ ക്ലോസ് എന്നും പറയുന്നു. ഇത്രയും വരെയും പിടികിട്ടിയോ? ഇതിനകത്തിന് ഡൗട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്? ഓക്കെ, അത്രയും വരെയും പിടികിട്ടിയല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇനി നമ്മൾ ഓക്കെ സാബു അൽബി, ഓക്കെ 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 ഓക്കെ. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനോട്ട് പോകണം. ഇത് ഞാൻ പറഞ്ഞത് ഇതൊന്നൊരു സംഗതി പിടികിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുമ്പോൾ ഇതിനകത്ത് ഒരു ചില കാര്യങ്ങൾ, ഒരു ഇമാജിനറി കണ്ടീഷൻ ഉണ്ട്. ഇമാജിനറി കണ്ടീഷൻ നമ്മൾ സങ്കല്പിക്കുകയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറയും. പക്ഷെ അത് നടക്കൂല, നടക്കാൻ സാധ്യതയില്ലാത്തല്ല. അതിൽ അത് സങ്കല്പം മാത്രമാണ്. ഇപ്പൊ ഞാൻ പറയുകയാണ് ഈ സെറീനയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ആവും. സെറീനയും ജനിച്ചു കഴിഞ്ഞു, ഞാനും ജനിച്ചു കഴിഞ്ഞു. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റും? ഇല്ല. പിന്നെ വെറുതെ പറയാം, സെറീനയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഒന്നങ്ങോട്ട് കൊടുത്തേനെ. അല്ലെങ്കിൽ സെറീന വെച്ച് പറയാം, സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അത് തകർത്തേനെ, അത് കലക്കിയേനെ എന്ന് പറയാം. യെസ്, ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കെന്താ പറയാം, ജെസ്സിക്ക് വേണമെങ്കിൽ പറയാം, ഞാനൊരു പക്ഷിയായിരുന്നെങ്കിൽ എന്തെങ്കിലും ജെസ്സി ഒരു പക്ഷിയാവും? ഒരിക്കലാവൂല. അത് ജെസ്സിക്ക് പറയാം. എങ്കിലും വെറുതെ പറയാം, ഞാനും ഒരു പക്ഷിയായിരുന്നെങ്കിൽ. അപ്പോ നമുക്കൊരു പക്ഷേ നല്ല നല്ല സിനിമ നടിമാരൊക്കെ അഭിനയിക്കുന്ന കാണുമ്പോൾ എനിക്കും ഒരു അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ അത് വേണമെങ്കിൽ നടക്കാൻ സാധ്യതയുണ്ട് അല്ലെ ജാൻസി? യെസ്, വേണമെങ്കിൽ നടക്കാം അല്ലെ? ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അങ്ങനെ നമ്മൾ ഇവിടെ പറയുന്ന ഒരു ഇമാജിനറി കണ്ടീഷനാണ്. ഇമാജിനറി കണ്ടീഷൻ. അങ്ങനെ ഇമാജിനറി ആയിട്ടുള്ള ഒരു വാചകങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് അതിന്റെ ടെൻസിന് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്ന സംഗതി പറയാൻ പോകുന്നത്. അത് എന്താണെന്ന് മനസ്സിലാകുന്നതിന് മുന്നോടിയായിട്ടാണ് എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്, എന്താണ് മെയിൻ ക്ലോസ് എന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ അത് രണ്ടും മനസ്സിലായ സ്ഥിതിക്ക് നമുക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക. ഞാനൊരു വാചകം പറയാം. ആ വാചകം എത്തിക്കുക. ഇഫ് യു വർക്ക് WORK, work hard, HARD, hard. If you work hard, you will pass. PASS, pass. You will pass. Okay. നോക്കിയേ, ഇനി ആരാണ് വേണ്ടത്? അമ്പിളി സജീവ്. യെസ് സർ. ഓക്കെ, ഇത് ബലൂലല്ലേ അമ്പിളി? യെസ് സർ. ഓക്കെ 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 ഓക്കെ. എന്ത് കുറിച്ചാണ് വരാൻ പോട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അമ്പിളി ബലം കുറിച്ച് പറഞ്ഞത്. ഓക്കെ, വേറെ ഇല്ല, നിങ്ങളെ കൊണ്ട് പറ്റാത്തൊന്നും ഞാൻ ചെയ്യിപ്പിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഓക്കെ, ഡോണ്ട് വറി. അപ്പൊ അമ്പിളി, ഞാനിപ്പോ തന്നേക്കുന്ന വാചകം ഒന്ന് വായിച്ച്. If you work hard, you will pass. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? അമ്പിളിക്ക് എന്താണ് അർത്ഥമായിട്ട് തോന്നുന്നത്? ഓരോരുത്തരും അവരവരുടെ മനസ്സിലർത്ഥം വിചാരിക്കുക.
അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പാസ്സാവും എന്നുള്ളത്. പാസ്സാവും. വെരി ഗുഡ്, കറക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇഫ് യു വർക്ക് ഹാർഡ്, നീ നന്നായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നീ പാസ്സാവും, അല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് അമ്പിളി ഒരു കോമ ഇടാനായിട്ട് ഒരു അവസരം തന്നാൽ എവിടെ ഇടും കോമ? ഹാർഡ് കഴിഞ്ഞിട്ട് കോമ ഇടും. ഇഫ് യു വർക്ക് ഹാർഡ്, അല്ല അത്രയും വരെ നമുക്ക് ഒരു ക്ലോസ് പറയാം. ഇഫ് യു വർക്ക് ഹാർഡ്, നീ കഠിനമായി ശ്രമിക്കുകയാണെങ്കിൽ. അടുത്ത ക്ലോസ് ആണ് യു വിൽ പാസ്, നീ പാസ്. ഓക്കെ, ഇവിടെ കിട്ടിയല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് മെയിൻ ക്ലോസ് ഏതാണ്, സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്? മെയിൻ ക്ലോസ് യു വിൽ പാസ്. സബോർഡിനേറ്റ് ക്ലോസ് ഇഫ് യു വർക്ക് ഹാർഡ്. ഓക്കെ, കറക്റ്റ് ആണ്. യു ആർ റൈറ്റ് അമ്പിളി, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സർ. അമ്പിളി പറഞ്ഞത് കറക്റ്റ് ആണ്. അതായത് ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ്. നീ പഠിക്കുകയാണെങ്കിൽ, കഠിനമായി പഠിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ട അർത്ഥം പൂർണ്ണമാകുന്നുണ്ട്? ഇല്ല. അപ്പൊ അത് നമുക്ക് പറയാം സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതില്ലാതെ യു വിൽ പാസ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാലും അർത്ഥം നീ പാസ്സാകും. കറക്റ്റ് അല്ലേ? ഒരു സെന്റൻസ് കറക്റ്റ് ആയിട്ട് പറയും, നീ പാസ്സാകും. അപ്പൊ അത് അർത്ഥം പൂർത്തിയാകുന്നത്. അപ്പൊ മെയിൻ ക്ലോസ് ഏതാണ്, സബോർഡിനേറ്റ് ക്ലോസ് ഏതാണെന്ന് അമ്പിളി പറഞ്ഞു. ആർക്കെങ്കിലും വേണ്ടാത്ത ഡൗട്ട് ഉണ്ടോ? അമ്പിളി ഒരു കാര്യം പറഞ്ഞതല്ലേ? അത് സംശയിക്കേണ്ട. അമ്പിളി പറഞ്ഞാൽ പറഞ്ഞത് തന്നെ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പൊ മെയിൻ ക്ലോസ് ഏതാണെന്ന് മനസ്സിലായി, സബോർഡിനേറ്റ് ക്ലോസ് ഏതാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി അമ്പിളിയോട് തന്നെ ചോദിക്കാം. അല്ല, സോദി പ്രസന്നൻ. മിണ്ടരുത്. യെസ്, അലൈന കൃഷ്ണ. അലൈന കൃഷ്ണ. യെസ് സർ. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് അലൈന. അലൈന സെന്റൻസ് കണ്ടില്ല, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്നുള്ളത്. യു വർക്ക് ഹാർഡ് എന്ന് പറയുന്ന അത്ര എടുക്കുക. ഇഫ് യു വർക്ക് ഹാർഡ്, ബാക്കിയുള്ള വേണ്ട, അത്ര എടുക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസിലാണ് വന്നിരിക്കുന്നത് പറയാൻ പറ്റും. ഓരോരുത്തരും അവരുടെ മനസ്സിൽ വിചാരിക്കുക ഏത് ടെൻസിലാണെന്ന് പറയാൻ പറ്റും. വർക്ക് ഹാർഡ് എന്ന് പറയുന്ന സംഗതി നോക്കിയിട്ട് നമുക്ക് ഇത് ഇന്ന ടെൻസിലാണ് ഈ സാധനം വന്നിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുന്നതാണ് അറിയുന്നത്. ഓക്കെ, അപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ട് അലൈനക്ക് വന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങോട്ട് നോട്ട്ബുക്കിൽ സൈഡ് നോട്ട് എവിടെയെങ്കിലും മാറ്റിയിട്ട് 3 ഹെഡിങ്, പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, 3 ഹെഡിങ് എഴുതി. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിന്റെ പ്രസന്റിന്റെ അടിയിൽ ഗോ എന്ന് കൊടുക്കുക, ഗോ. അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്, WENT, വെന്റ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ, GONE, ഗോൺ. ഗോ, വെന്റ്, ഗോൺ. ഗോ പ്രസന്റ് ടെൻസ് ആണ്, വെന്റ് പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ ആണ്. ഇനി അടുത്ത് കൊടുക്കുക WORK, വർക്ക് പ്രസന്റ് ടെൻസ്. WORK, വർക്ക് പ്രസന്റ് ടെൻസ്. അതിന്റെ അപ്പുറത്ത് പാസ്റ്റ് ടെൻസ് WORKED, വർക്ക്ഡ്. WORKED, വർക്ക്ഡ്. അത് കഴിഞ്ഞതിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിളും വർക്ക്ഡ് തന്നെ, WORKED, വർക്ക്ഡ്. ഓക്കെ, അപ്പൊ പ്രസന്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് ടെൻസ് എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് നമ്മൾ എഴുതി. 2 എക്സാമ്പിൾ എഴുതി. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ എഴുതാം. ഇനി അല്ലേ കൃഷ്ണ, ഇനി ഒന്നുകൂടെ അതും തന്നിരിക്കുന്ന വാചകത്തിൽ ടെൻസ് ഏതാണെന്ന് പറയാൻ പറ്റും? പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? പ്രസന്റ് ടെൻസ്. അത് ഒന്നും കൂടി ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണ്. കാരണം വർക്ക് എന്നാണ് വന്നേക്കുന്നത്. വർക്ക് പ്രസന്റ് അല്ലെ? ഇഫ് യു വർക്ക്, നീ ശ്രമിക്കുകയാണെങ്കിൽ. ഹാർഡ്, കഠിനമായി നീ ശ്രമിക്കുകയാണെങ്കിൽ. അപ്പൊ വർക്ക് പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ നമുക്ക് പറയാം ആ ക്ലോസ് വന്നിരിക്കുന്നത് ഏത് ടെൻസിലാണ്? പ്രസന്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം, ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ള അടിയിലൊന്ന് വരച്ചിട്ട് അതിന്റെ അടിയിൽ എന്തോ ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത് ഒന്ന് അടിയിൽ വരച്ചിട്ട് അതിന്റെ അടിയിൽ സിമ്പിൾ പ്രസന്റ് എന്ത് ചെയ്യുന്നു? സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റ്. ഓക്കെ,
അപ്പൊ നമുക്ക് ഒന്നും കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലായി നമുക്ക് സിമ്പിൾ പ്രസന്റ് എന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. യു സബ്ജക്റ്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റേഴ്സ് വർക്ക് എന്ന് പറയുന്ന പ്രസന്റേഴ്സും ഉപയോഗിച്ചു. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ സബ്ജക്റ്റും ഓക്കെ സബ്ജക്റ്റും വെർബിന്റെ ചാപ്റ്റർ 9 ഓക്കെ കുഴപ്പമില്ല ഐശ്വരി സോറി. അപ്പോ അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതേതാണ് സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ് മനസ്സിലായി. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. ഇനി അനശ്വര ബോബി ചാപ്റ്റർ 9. ഓക്കെ അനശ്വര ബോബി. അശ്വതി ബാബുരാജ്. ഓക്കെ അശ്വതി. ദീപ ആന്റണി. ആയതേ ഉള്ളായിരുന്നു ഞാൻ. ഓക്കെ ഞാൻ ചോദിക്കാം. ദീപ ആന്റണി നിങ്ങൾ ആരും ഒന്ന് യേസ് എന്നെങ്കിലും പറയണില്ലല്ലോ. യെസ് അറിയുള്ളൂ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്നാ അത് പറഞ്ഞാൽ പോരെ വിളിച്ചിട്ട്. സാറിക്ക് ഒന്നും പിടിയിട്ടില്ല കേട്ടോ. അത് പറഞ്ഞാൽ ഇല്ല, ഞാൻ കിച്ചണിലായിരുന്നു, വേഗം ഓടി വന്നതാ. ശരി, വിളിക്കുന്നതിന് ഓടി വന്നതാ. ഓക്കെ, കുഴപ്പമില്ല. നോ പ്രോബ്ലം. സിയ ജോയി. ഓക്കെ സിയ തുടക്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എത്ര നാളായി നിങ്ങളൊക്കെ കയറിയിട്ട്? യെസ്, ഞാൻ കേറാറുണ്ട്. ഓക്കെ വെരി ഗുഡ്. അപ്പൊ നോക്കാം. ഇഫ് യു വർക്ക് ഹാർഡ്, നമ്മൾ അർത്ഥം ഇല്ലാതെ വിചാരിക്കും. ഐ വിൽ പാസ് അല്ലെ, യു വിൽ പാസ്. അതെടുത്ത് യു വിൽ പാസ് എന്നുള്ളത് ഏത് ടെൻസാണ് തോന്നുന്നത്? യു വിൽ പാസ് എന്നുള്ളത് ഏത് ടെൻസാണെന്ന് തോന്നുന്നത്? പാസ്റ്റ്. പാസ്റ്റ് ആണ്. നീ പാസ്സാകും. പാസ്സായി ആകും എന്നല്ലേ? അപ്പോ നേരത്തെ എഴുതിയിരിക്കുന്ന വാചകമില്ലേ, പ്രസന്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അവിടെ അതിന്റെ അടിയിൽ പ്രസന്റിന്റെ അടിയിൽ PASS പാസ് എന്നെഴുതാം. PASS പാസ്. അതിന്റെ കഴിഞ്ഞതിന് ശേഷം പാസ്റ്റ് ടെൻസിന്റെ അടിയിൽ പാസ്ഡ്, PASSED പാസ്ഡ്. അത് കഴിഞ്ഞതിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിളിന്റെ അടിയിലും പാസ്ഡ്, PASSED പാസ്ഡ്. ഓക്കെ യെസ്. ഇനി പറഞ്ഞോളൂ. അപ്പൊ ഏത് ടെൻസാണ് അത്? അപ്പൊ പ്രസന്റ്, സിമ്പിൾ പ്രസന്റ്. അപ്പോ ഓക്കെ, സിയ ഇവിടെ പറയാനായിട്ട് പ്രേരിപ്പിച്ചത് PASS പാസ് എന്ന് പറയുന്ന വാക്ക് വന്നു കഴിഞ്ഞപ്പോ അത് പ്രസന്റ് ആണെന്ന് പറഞ്ഞു. ഇനി അതല്ല വേറെ ആണ് എന്ന് ആർക്കും അഭിപ്രായം ഉണ്ടോ? ഫ്യൂച്ചർ ടെൻസ് ആണ്. വിൽ പാസ്. വിൽ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ആണ് വരുന്നത്. ഫ്യൂച്ചർ ടെൻസ്. അപ്പോ ഇവിടെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി ചെയ്യാൻ നോക്കി. അതിന് തൊട്ട് മുമ്പ് വർക്ക് എന്ന് വന്നു കഴിഞ്ഞപ്പോ അത് സിമ്പിൾ പ്രസന്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ പാസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ആണെന്ന് വിചാരിക്കും. പക്ഷേ തൊട്ട് മുന്നൊരു വില്ല് വന്നിട്ടുണ്ട്. വില്ല് വന്നു കഴിഞ്ഞാൽ അത് ഭാവി കാലമാണ്, ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പൊ നമുക്ക് പറയാം ഇത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അങ്ങനൊരു കാര്യമുണ്ട്. സബ്ജക്റ്റ്, വില്ല് അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ചാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. നോക്കി, യു വിൽ പാസ്. സബ്ജക്റ്റ് യു, വില്ല് അല്ലെങ്കിൽ ഷാലിന് വില്ല് വന്നിട്ടുണ്ട്, പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് പാസ് എന്ന് പറയുന്നത്. അതെന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഓക്കെ, മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ വാചകത്തില് ഒരു മെയിൻ ക്ലോസ് ഉണ്ട്, ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലായപ്പോ അതിന്റെ മെയിൻ ക്ലോസ് ഏത് ടെൻസിൽ വന്നു? സിമ്പിൾ ഫ്യൂച്ചറിൽ വന്നു. ഇതൊരു നിയമമാണ്, ഇങ്ങനെ വരാം. ആ വിൽ എന്നുള്ളതിന് പകരം അവിടെ വേറെ വല്ല വാക്കുന്നത് തെറ്റാണ്. ഇപ്പുറത്ത് സിമ്പിൾ പ്രസന്റ് ആണ്, അപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം. അത് അങ്ങനെ വരാവൂ. ഇനി വിൽ എന്നുള്ളതിന് പകരം അവിടെ ക്യാൻ എന്ന് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല.
ഇനി ക്യാൻ എന്നുള്ളതിന് പകരം അവിടെ ഷാൽ എന്ന് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഷാൽ എന്നുള്ളതിന് പകരം അവിടെ മേ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഏത് വേണമെങ്കിലും വരാം. വില്ല് വരാം, ഷാല് വരാം, മേ വരാം, ക്യാൻ വരാം. പക്ഷേ വുഡ് വരൂല, കുഡ് വരൂല, ഷുഡ് വരൂല, മൈറ്റ് വരൂല. ഇത്രയും പറഞ്ഞ തെറ്റാണ്. അപ്പൊ ഇപ്പോഴത്തെ സിമ്പിൾ പ്രസന്റ് ആണ്, അപ്പുറത്ത് എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ഇത് മനസ്സിലാകാതെ നമ്മൾ പല തട്ടുകൾ തട്ടിയിട്ടുണ്ട് പല സ്ഥലത്തിൽ. എങ്ങനെ? അപ്പൊ ഇതൊരു നിയമം കിടക്കുന്നു. ഇപ്പോഴത്തെ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ കണ്ടീഷണൽ ക്ലോസില് സെന്റൻസിലെ കണ്ടീഷണൽ ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണ്, അപ്പുറത്ത് എന്തായിരിക്കണം? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി. അപ്പോ യു വിൽ പാസ് എന്നുള്ളതിന്റെ അടിയിൽ വരച്ചിട്ട് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് നിങ്ങൾ എഴുതുന്നു. സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലോട്ട് വീണ്ടും വരാം. ഒരു സെന്റൻസ്, ആ സെന്റൻസിന്റെ പല ക്ലോസുകളുണ്ട്. മെയിൻ ക്ലോസ് എന്ന് പറയും, സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയും. ഇഫ് വെച്ച് വരുന്ന ഒരു ക്ലോസിൽ അത് സബോർഡിനേറ്റ് ക്ലോസ് ആണെങ്കിൽ, അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളതാണെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ളതായിരിക്കും. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ, പിന്നെ വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഇപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആരെങ്കിലും ഉള്ള ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. മനസ്സിലായില്ല? മനസ്സിലായിന്ന് ആരും പറഞ്ഞിട്ടില്ല. ഫുഡും മൈറ്റൊന്നും വരില്ല പറഞ്ഞില്ല. അതൊന്ന് പറഞ്ഞുതരൂ, ക്ലിയർ ആക്കി തരും. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് വിൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് നമ്മൾ വുഡ്. ഓക്കെ. വിൽ എന്തോ അല്ല, പ്രസന്റേഷൻ ഇല്ല, ഞാൻ പറയുന്നു, എഴുതി കൊടുത്താണ് അശ്വതി. വിൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് വുഡ്. ക്യാൻ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് കുഡ്. ഷാൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് ഷുഡ്. മേ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് മൈറ്റ്. അങ്ങനെയുള്ള കണ്ടീഷണൽ ഫോമുകൾ ഒന്നും എഴുതിയിരുന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് വിൽ എഴുതാം, ഷാൽ എഴുതാം, ക്യാൻ എഴുതാം, മേ എഴുതാം. ഇതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ ഇനി ഞാനൊരു നിങ്ങളോട് വാചകം പറയുന്നു. ആ വാചകത്തിന്റെ പകുതിയെ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി പകുതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കും. ഓക്കെ, നോക്കാം. എഴുതിക്കോളൂ. If it rains, RAINS, if it rains, പിന്നെ കുറച്ച് കുത്തിട. ഓക്കെ, നോക്കിയേ. മഴ പെയ്യുകയാണെങ്കിൽ, ഇത്രയും വരെ ഉള്ളൂ. ഇപ്പൊ ഇവിടെയുള്ള 37 പേർക്ക് 37 ടൈപ്പിൽ പൂരിപ്പിക്കും. പക്ഷെ അപ്പുറത്ത് വില്ലുമല്ല, അല്ലെങ്കിൽ ക്യാനുമല്ല, അല്ലെങ്കിൽ ഷാലുമല്ല. അത് മാത്രം ശ്രദ്ധിക്കണം. റെയിൻ, മഴ പെയ്യുക, പ്രസന്റ് ആണ്. അതിന്റെ പാസ്റ്റ് ടെൻസ് റെയിൻ്റെ ആണ്, RAINED. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പൂരിപ്പിച്ചു. മഴ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ പൂരിപ്പിച്ചത്. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ. വി വിൽ ഗെറ്റ് വെറ്റ്. ഓക്കെ, അതില കറക്റ്റ് ആണ്. ഞങ്ങൾ നനയും. മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നനയും. സിയ പറയുന്നു ഐ വിൽ ഡാൻസ്. ഓക്കെ, നമ്മുടെ തൂവാനത്തുമ്പികളിലെ ക്ലാര പറയുന്ന പോലെയാണ് ഐ വിൽ ഡാൻസ്. ഓക്കെ, മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഡാൻസ് ചെയ്യും. ഓക്കെ, If it rains, I will not go out. ഓക്കെ, ശരിയാണ്. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ നോട്ട് ഗോ ഔട്ട്. ജിഷ പോലെ ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ നോട്ട് ഗോ ഔട്ട്. ഞാൻ പുറത്തേക്ക് പോലെ. സ്മിത പറയുന്നു ഐ വിൽ സ്ലീപ്. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ ഉറങ്ങും. യെസ്, വെരി ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഭാവന ഉണ്ടല്ലോ. ഓക്കെ, ദീപ പറഞ്ഞു I will open the umbrella. ഐ വിൽ ഓപ്പൺ ദ അംബ്രല്ല. ഞാൻ കൂടാതെ പറയാൻ പോയപ്പോഴേക്കും കറക്റ്റ് അവിടെ വന്നു. ഓക്കെ, ദീപ ഐ വിൽ നോട്ട് റീച്ച് ദർ. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ അവിടെ എത്തില്ല. ഓക്കെ, You will get rains. യു വിൽ ഗെറ്റ്. ഓക്കെ. സിജി പറയുന്നു ഐ വിൽ ഗെറ്റ് കോൾഡ്.
വി വിൽ റൺ. കൊച്ചുറാണി ഓക്കെ ശരിയാണ്. ഓക്കെ ശരിയാണ്. ഐ വിൽ ബ്രിങ്. ഓക്കെ. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ സ്റ്റേ അറ്റ് ഹോം. സെറീന പറയുന്നത് ഞാൻ പുറത്തെങ്ങും പോവില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഐ വിൽ സ്റ്റേ അറ്റ് ഹോം, ഞാൻ എന്റെ വീട്ടിൽ. ഓക്കെ. വെരി ഗുഡ്. ഇപ്പൊ അത് പിടികിട്ടിയാലോ? കാർത്തിക കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് പറയുന്നു. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ കോൾ എ ടാക്സി. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ പ്രദീപ് ഇഞ്ചി കൊണ്ട് ഐ വിൽ ഡ്രിങ്ക്. ഇഞ്ചി വേണ്ട. ഐ വിൽ ഡ്രിങ്ക് ഹോട്ട് ടീ. ഞാൻ ചൂടുള്ള ചായ കുടിക്കും അല്ലേ? നല്ല ചൂടുള്ള ചായയും അല്ലേ, നേരിയ ചൂടുള്ള ചായയും പുറത്ത് ചിന്നം പെയ്യുന്ന മഴയും ജോൺസൺ മാഷ് സംഗീതം നൽകിയ പാട്ടും ഉണ്ടെങ്കിൽ ഭയങ്കര ഗൃഹാതുരത്വം തോന്നും എന്ന് പറഞ്ഞ പോലെയാണ്. ഓക്കെ. യെസ്, ഇവിടെ ഹോട്ട് ടീ എന്ന് പറഞ്ഞതിന്റെ പേര് പറഞ്ഞതുണ്ട്. ഓക്കെ. അപ്പൊ ഇത് പിടികിട്ടിയല്ലോ. സിമ്പിൾ പ്രസന്റ് ആണ് കണ്ടീഷണൽ ക്ലോസിലെ സബോർഡിനേറ്റ് ക്ലോസ് എങ്കിൽ സ്വാഭാവികമായിട്ട് അപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചർ വരും. നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായിരുന്നിരുന്നാലും എന്റെ ഒരു ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം കൂടി ഞാൻ പറയുന്നു. ഓക്കെ. യെസ്. ഇഫ് യു okay. The seeds will sprout. Okay. If you eat lot of fast food, FAST, fast food dash. Okay. If you eat, നീ തിന്നുകയാണെങ്കിൽ lot of fast food, ധാരാളം ഫാസ്റ്റ് ഫുഡ് നീ കഴിക്കുകയാണെങ്കിൽ ഡാഷ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. You will become fat. ഓക്കെ, ജാൻസി കറക്റ്റ് ആണ്. വില്ല് പറ്റുന്ന അപ്പുറത്ത് അല്ല. ഇഫ് യു ഈറ്റ് ആണ്, ഈറ്റ് പ്രസന്റൻസ് ആണ്. അപ്പൊ You will get sick. You will get sick. You will spoil your health. Okay, Siji. You will get sick. ശരിയാണ്. You will get fat. വണ്ണം കൂടും, അത് ശരിയാണ്. വില്ല് വന്നു. You will ജിഷ will be unhealthy വേണ്ടി വരും. കാരണം അൺഹെൽത്തി എന്ന് പറയുന്ന ഒരു വെർബല്ല. അപ്പൊ you will be unhealthy. ഓക്കെ. You will become sick. ഓക്കെ ശരിയാണ്. Your health will decline. ഓക്കെ, സെറീന കറക്റ്റ് ആണ്. നിന്റെ ആരോഗ്യം നശിക്കും. യെസ്. ഓക്കെ. അപ്പൊ പിടികിട്ടിയല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ വാചകത്തിലോട്ട് വീണ്ടും വരിക. ഏത് വാചകം എന്ന് പറയുമ്പോൾ ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്ന് എഴുതിയേക്കാൻ നമ്മുടെ വാചകമില്ലേ, അതിൻ്റെ അകത്തേക്ക് വീണ്ടും വരിക. അവിടെ നിങ്ങൾ നോക്കാം. അവിടെ നോക്കിയിട്ട് ആ വാചകം നമ്മൾ ഒന്നുകൂടി എഴുതുമ്പോൾ ഓക്കെ, യു വിൽ ബിക്കം പേഷ്യന്റ്. ഓക്കെ സ്മിത, ആ വാചകം നമ്മൾ ഒന്നുകൂടി എഴുതുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഒന്നുകൂടി എഴുതിക്കും. ഇഫ് യു വർക്ക് എന്നുള്ളതിന് പകരം അതിന്റെ പാസ്റ്റ് ടെൻസ് എഴുതാം. WORKED, വർക്ക്ഡ്. ഇഫ് യു വർക്ക്ഡ് ഹാർഡ്, HARD. ഇഫ് യു വർക്ക്ഡ് ഹാർഡ് യു അവിടെ നിൽക്കട്ടെ, ബാക്കി അവിടെ ഡാഷിൽ നിൽക്കട്ടെ. സജന അപ്പൊ ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് എഴുതി കഴിയുമ്പോ അത് ഏതാ ടെൻസ്? പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നോക്കിയേ, പാസ്റ്റ് പാർട്ടിസിപ്പിളും WORKED എന്നല്ലേ. അപ്പൊ അതായത് പാസ്റ്റ് ടെൻസ് ആണെന്ന് സജന പറയാൻ എന്താ കാരണം? എന്തുകൊണ്ടാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയേണ്ടത്? രണ്ടും മറ്റു സ്പെല്ലിംഗ് അല്ലേ. ഇപ്പൊ വർക്ക് ആണ്, അവൻ നന്നായി വർക്ക് ചെയ്തു എന്നാ പറയണത്. അതിപ്പോ വർക്ക് ചെയ്ത് കഴിഞ്ഞത്. ഓക്കെ, അപ്പൊ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ കഴിയില്ല. പാസ്റ്റ് ആണ്, കഴിഞ്ഞിട്ടുണ്ടാണ്, കഴിഞ്ഞിട്ട് പോയിട്ടുള്ളതാണ് പറയണേ. ഓക്കെ, വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും സജനന് സഹായിക്കാൻ പറ്റുമോ? അതിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വെപ്പിച്ചു. അതൊന്ന് ക്ലിയർ ആയിട്ട് ഇന്ന കാര്യങ്ങളാണ്, അതാണ് അത് എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും പറയാമോ? നമ്മളിവിടെ നോക്കുമ്പോ വർക്ക് നന്നായി പഠിച്ചത്
സിമ്പിൾ ഫ്യൂച്ചർ അല്ല, ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഫസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. നന്നായി പഠിച്ചാൽ. ഓക്കെ 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 ഓക്കെ. അപ്പൊ എന്റെ സംശയം എന്തോ സർ, ഫാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ ഹാഡ് പ്ലസ് തേർഡ് ഫോം അല്ലേ വരേണ്ടത്? അപ്പം വെരി ഗുഡ്. അത് വെരി ഗുഡ് ജിൻസി, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അവിടെ എഴുതിയിരിക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ ഹാസോ ഹാവോ ഹാഡോ കൂടെ വരും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റൂല, അതൊന്നും ചാരി നിൽക്കുള്ളൂ. ആരെ? ഒരു ഹാസിനെ അല്ലെങ്കിൽ ഒരു ഹാവിനെ അല്ലെങ്കിൽ ഒരു ഹാഡിനെ മുട്ടി നിൽക്കുള്ളൂ. അങ്ങനെ വല്ലതും കൂടെ മുട്ടി നിൽപ്പുണ്ട ഇല്ല. അപ്പൊ അതാണ് ഞാൻ സജിനെന്ന് പ്രതീക്ഷിച്ചത്. സാറേ അത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ ഹാസോ ഹാവോ ഹാഡോ കൂടെ വന്നേനെ. അതൊന്നും കൂടെ വരാത്തതുകൊണ്ട് അത് പാസ്റ്റ് ടെൻസ് തന്നെയാണ്. അതാണ് ഞാൻ സജിനെന്ന് ഉദ്ദേശിച്ചത്. സജന അങ്ങനെ പറയുമെന്ന് വിചാരിച്ചാൽ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. ഇനിയിപ്പോ മനസ്സിലായില്ല, ഇനി നിങ്ങൾ മറന്നു പോകില്ല. കാരണം നിങ്ങൾക്ക് ഇനി അറിയാം അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ കൂടെ ഹാസോ ഹാവോ ഹാഡോ കയറി വന്നേനെ. അപ്പൊ ഇത് ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ശരി, അപ്പൊ നോക്കി ഇനി നമുക്ക് വീണ്ടും വാചകത്തിലേക്ക് വരാം. ഇഫ് യു വർക്ക്ഡ് ഹാർഡ്, WORKED, വർക്ക്ഡ്. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേര് സിമ്പിൾ പാസ്റ്റ് എന്നാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ അടിയിലൊന്ന് വരച്ചിട്ട് അതിന്റെ അടിയിൽ അത് സിമ്പിൾ പാസ്റ്റ് എഴുതിയിട്ട് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ആ സെന്റൻസ് ഒന്ന് പൂർത്തീകരിക്കാം. ഇഫ് യു വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞതിന് ശേഷം യു വിൽ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇഫ് യു വർക്ക്, പാസ്റ്റ് ടെൻസ് ഇവിടെ പറഞ്ഞ അപ്പുറത്ത് കൊണ്ട് ബില്ല് വെച്ചാൽ തെറ്റാണ്. അവിടെ അപ്പോ ഇവിടെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അപ്പുറത്ത് വുഡ് എന്നേ പറയാവൂ. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. അങ്ങനെ എഴുതുന്നുണ്ട്, WOULD, വുഡ് പാസ്. കണ്ട? അപ്പൊ നോക്കി, വില്ല് എന്ന് മാറി വുഡ് പറയാൻ എന്താ കാരണം? അപ്പുറത്ത് സബോർഡിനേറ്റ് ക്ലോസിലെ പ്രസന്റ് ടെൻസ് മാറി എന്തായത്? പാസ്റ്റ് ടെൻസ് ആയി. അപ്പൊ ഇപ്പുറത്ത് എന്തായി? വുഡ് വന്നു. ആ വുഡ് എന്നുള്ളതിന് പകരം ഷുഡ് വന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കുഡ് വന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മൈറ്റ് വന്നാലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അപ്പൊ നേരത്തെ നമ്മൾ വില്ല് പറഞ്ഞപ്പോ ഏതൊക്കെ വരാൻ പാടില്ല എന്ന് പറഞ്ഞുവോ അതൊക്കെ ഇവിടെ വരാം. വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് വരാം. നേരത്തെ നമ്മൾ കണ്ടീഷണൽ ഫോം എന്ന് പറഞ്ഞില്ലേ, അത് മുഴുവൻ ഇവിടെ വരും. ഇങ്ങനെ സെന്റൻസ് എഴുതാവൂ. ഇപ്പുറത്ത് പാസ്റ്റ് ടെൻസ് ആണ്, അപ്പുറത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഇത് തന്നെ വന്നിരിക്കുന്നു. ഇപ്പുറത്ത് പ്രസന്റ് ടെൻസ് ആണ്, അപ്പുറത്ത് വില്ല്, ഷാല് അങ്ങനെ വന്നിരിക്കണം. ഇതൊന്നും നമ്മൾ നോക്കാതെ നമ്മുടെ ആവശ്യം പോലെയൊക്കെ നമ്മൾ തട്ടിയിട്ടുണ്ട് പല സ്ഥലത്ത്, ഇല്ലേ? എന്താണ്, ആരും ഇവിടെ തട്ടിയിട്ടില്ലേ? ഒക്കെ കറക്റ്റ് ചെയ്ത് ആംബുലൻസ് ചെയ്തേക്കണേ. ആരുമില്ല നമ്മുടെ കൂടെ. ഓക്കെ, സിജി ഉണ്ട്. സിജി സത്യം പറഞ്ഞു, അതൊക്കെ ശരിയാണ് സാറേ. ഞാനൊക്കെ പലതും പല രീതിയിലും പല സ്ഥലത്തും അടിച്ചു വെക്കുന്നുണ്ട്. നേരത്തെ വായ തോന്നുന്നത് വില്ലാണെങ്കിൽ വില്ല്, അപ്പൊ ഷുഡ് വന്നത് ഷുഡ്. എന്താണ് ഇപ്പൊ ബലം പിടിച്ചാ അങ്ങനെയൊക്കെ നമ്മൾ തട്ടിവിട്ടറൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം അത് ഞാൻ എനിക്കറിയാമായിരുന്നില്ല. അപ്പൊ അന്ന് നമുക്ക് അറിവില്ലാത്ത പ്രായമായിരുന്നു. ഇപ്പൊ നിങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ തെറ്റുപറ്റിക്കണം. തെറ്റുപറ്റാതെ നമ്മളത് ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കി, അല്ല, വുഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. വുഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്രസന്റ്. ഇതിന് ഒരുപാട് ഉപയോഗങ്ങൾ കിട്ടാം. ഇവിടുത്തെ ഉപയോഗം മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ഇപ്പൊ നമുക്ക് ഒരാളോട് പൊളൈറ്റ് ആയിട്ടൊരു കാര്യം ചോദിക്കണമെങ്കിൽ വുഡ് ഉപയോഗിച്ച് പറയും. ഇപ്പൊ ബസ്സിൽ ഒന്ന് നീങ്ങിരിക്കാമോ, വുഡ് യു പ്ലീസ് മൂവ് എ ലിറ്റിൽ, അല്ല ഒന്ന് പുതിയ, അപ്പൊ അത് വുഡ് ഉപയോഗിക്കും. യു ഗീവ് മീ യുവർ പെൻ. ഈ മെയിൻ ക്ലോസ് വരുന്നത് ഇതാണ്, പാസ്റ്റ് ടെൻസ് തന്നെ അല്ലേ വരിക? മൊത്തത്തിൽ ടെൻസ് ഏതാ വരിക? അപ്പോ
ടെൻസ് ഏത് ടെൻസിലാ വരിക? ഇതിന്റെ രണ്ടിന്റെ മീനിങ് ഒന്ന് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെയാ വരിക? അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്തത് കൊണ്ട് നല്ലത് പറയണമെങ്കിൽ രണ്ട് സെന്റൻസിന്റെ മീനിങ് ആണ് ഉദ്ദേശിച്ചത്. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് എന്നുള്ളതും ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ് എന്നുള്ള മീനിങ് ആണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് സെന്റൻസ് ഇഫ് യു വർക്ക്ഡ് ഹാർഡ്, നിങ്ങൾ നന്നായി വർക്ക് ചെയ്തത് കൊണ്ട്. അല്ല ഓക്കെ ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പാസ്സാവും. അതായത് നമ്മുടെ കുട്ടി SSLC പരീക്ഷയിലെ 9ൽ നിന്ന് ജയിച്ച് 10ലേക്കായി. അപ്പോ മകനെ ഉപദേശിക്കുകയാണ് അമ്പിളി പറയും, ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഞാൻ വെറുതെ എക്സാമ്പിൾ പറയുന്നത്. അമ്പിളി പറയണം, നിങ്ങൾക്ക് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്, ഇഫ് യു വർക്ക് ഹാർഡ്, നീ കഠിനമായിട്ട് ശ്രമിച്ചാൽ യു വിൽ പാസ്, നീ പാസ്സാവും. ഓക്കെ, അത് 10ലേക്ക് ആയപ്പോ പറഞ്ഞതാണ്. 10ലെ റിസൾട്ട് വന്നു പരാജയപ്പെട്ടു, അപ്പൊ പറയുന്നതാണ് മറ്റേത്, നീ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായേനെ. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. സാർ എന്റെ ഡൗട്ട്, നമ്മള് യു വുഡ് ഹാവ് പാസ്ഡ് എന്നല്ല വരാ. വുഡ് ഹാവ് പാസ്ഡ് എനിക്ക് മൂന്നാമത് ഒരെണ്ണം പറയാൻ വേണ്ടിയുണ്ട്, അവിടെയാണ് അത് കയറി വരുന്നത്. ഓക്കെ ഇനിയുണ്ട്. ഓക്കെ സിജി, ഇനി ഓൾറെഡി ഉണ്ട്, അതിൻ്റെ അകത്ത് അത് കയറി വരാം കേട്ടോ. യെസ്, ഇവിടെ നമ്മള് റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ പറയില്ലേ തോറ്റിരിക്കുകയാണ്, അപ്പൊ നമ്മൾ നീ പഠിച്ചില്ലല്ലോ പാസ്സായാലും, അപ്പൊ നീ പഠിച്ചില്ലെങ്കിൽ പാസ്സായാലും. അതാണ് രണ്ടാമത്തെ സെന്റൻസിന്റെ അർത്ഥം. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഓക്കെ, കംപ്ലീറ്റ് ക്ലിയർ ആയോ? ക്ലിയർ ആയി. യു വുഡ് പാസ്. ഓക്കെ, ശരിയാണ്. ഓക്കെ, ഇങ്ങനെ ഒന്ന് 10ലാവുമ്പോ മറ്റൊരു റിസൾട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു വാചകം പറയാം, നിങ്ങളത് പൂരിപ്പിച്ചാൽ മതി. നോക്കൂ, if you took took the book, if you took the book dash, take എടുക്കുക എന്നാണ് അതിന്റെ പാസ്റ്റ് ആണ് took. അപ്പൊ സിമ്പിൾ പാസ്റ്റിലാ പറയാം, if you took the book, നീ പുസ്തകം എടുത്തെങ്കിൽ പൂരിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പൂരിപ്പിക്കാം. അപ്പുറത്ത് വുഡോ കുഡോ ഷുഡോ മൈറ്റോ വേണോട്ടാ, മാറിപ്പോവരുത്. ഞാൻ ഇപ്പോഴത്തെ പാസൻസ് ആണ്. അപ്പൊ അപ്പുറത്ത് ഈ പറഞ്ഞ കണ്ടീഷണൽ ഫോം തന്നെ വന്നിരിക്കുന്നു, അത് ഓപ്പൺ ചെയ്യാം. യു വുഡ് റീഡ് ഇറ്റ്. ഓക്കെ അഖില, കറക്റ്റ് ആണ്. We should start the class. ഓക്കെ, വി ഷുഡ് സ്റ്റാർട്ട് ദ ക്ലാസ്. നീ പുസ്തകം എടുത്തെങ്കിൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഓക്കെ യെസ്, കറക്റ്റ് ആണ്. ആ ഫുഡ് ഷുഡ് മൈറ്റ് അത് വരാ, അത് കറക്റ്റ് ആയിട്ട് വരണമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ടീച്ചർ നോക്കുമ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ പേപ്പർ നോക്കുമ്പോൾ അത് കറക്റ്റ് ആണ്, ആരംഭർക്ക് അപ്പ് എടുക്കും, ഗ്രാമർ അറിയാം. യു കുഡ് ഫിനിഷ് ദ നോവൽ. ഓക്കെ ജീഷ, കറക്റ്റ് ആണ്. യു വുഡ് റൈറ്റ് ഇറ്റ്. കറക്റ്റ് ആണ് ഫാത്തിമ. യെസ്, നേരത്തെ എഴുതിയപ്പോ പടപെടാന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ആരും വന്നില്ലല്ലോ. You might good result. Might receive the. You might good result. മൈറ്റ് കഴിഞ്ഞതിന് ശേഷം ഗുഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു നൗൺ ആണ്, ഒരു വെർബ് പറയണം. ഉണ്ട്, ഫുഡ് ഷുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വെർബ വരുള്ളൂ. യു മൈറ്റ് റിസീവ് ഗുഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. അപ്പൊ റിസീവ് ഒരു വെർബല്ലേ, റിസീവ് ഗുഡ് റിസൾട്ട്. ഓക്കെ, അല്ലെങ്കിൽ യു വുഡ് ഗെറ്റ് ഗുഡ് റിസൾട്ട്. അപ്പൊ ഗെറ്റ് വെർബാണ്. 3 കാലങ്ങൾ പറയാം, കിട്ടുക, കിട്ടി, കിട്ടും. ഗുഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു നൗൺ ആണ്, ഒരു പേരാണ്, ഒരു വെർബ് പോലെ. ഈ വില്ല് ഷാല് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് വെർബ് ഉപയോഗിക്കുക. യെസ്, ഇനി മറ്റുള്ളവര് യു വുഡ് സബ്മിറ്റ് ഇറ്റ്. ഓക്കെ സിജി, കറക്റ്റ് ആണ്. ഈ പുസ്തകം എടുത്തെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യണം. യെസ്,
അല്ലെങ്കിൽ നമുക്ക് പറയാം ഇഫ് യു ടുക്ക് ദ ബുക്ക് യു ഷുഡ് റിട്ടേൺ ഇറ്റ്. ഓക്കെ. ഞാൻ പറയാൻ പോയത് സാബു അൽവി പറഞ്ഞില്ല. യു ഷുഡ് ഗെറ്റ് ഇറ്റ് ബാക്ക്. ഓക്കെ, ഞാൻ പറയാൻ പോയതാണ് യു ഷുഡ് റിട്ടേൺ വിത്തിൻ എ വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചേൽപ്പിക്കണം. ഓക്കെ, യു ഷുഡ് വിൻ ഇറ്റ്. ഓക്കെ, യു ഷുഡ് ഹാവ് ലേൺ. ചിലാണി ആ ഹാവ് കളഞ്ഞു, ലേൺ എന്ന് മതി. LEARN. നമുക്ക് ഇത് പഠിക്കാൻ പോകുന്നുള്ളൂ. മൂന്നാമത്തെ വേറെ വരുന്നുണ്ട്. അവിടെയാണ് അവിടെ വരെ. സിമ്പിൾ പാസ്റ്റിന്റെ കൂടെ വുഡ് ഹാവ് വരില്ല കേട്ടോ. ഓക്കെ സർ. ഓക്കെ, അത് ഇനി വരും. അത് നമുക്ക് അടുത്ത് ഞാൻ പറയാൻ പോകുന്നതാണ്. അപ്പൊ അവിടെ നമുക്ക് അത് ഉപയോഗിക്കാം. ഓക്കെ, വെരി ഗുഡ്. യെസ്, അപ്പൊ സംഗതി പിടികിട്ടിയല്ലോ. പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ അതിന്റെ അടുത്തൊരു എക്സാമ്പിൾ പറയുന്നില്ല. അത് പറയാൻ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും വരിക. ഏതിന്റെ അത് രണ്ട് സൈഡില് നമ്മുടെ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇഫ് യു വർക്ക്ഡ് ഹാർഡ് യു വുഡ് പാസ് എന്ന് പറയില്ലേ, അപ്പൊ രണ്ടിടത്തും സിമ്പിൾ പാസ്റ്റ് തന്നെയാണ് വരിക. അല്ല, ഒരു സ്ഥലത്ത് സിമ്പിൾ പാസ്റ്റ് ഇഫ് യു വർക്ക്ഡ് ഹാർഡ് എന്ന് പറയുമ്പോൾ, മറ്റേത് സിമ്പിൾ ഫ്യൂച്ചറിന്റെ കണ്ടീഷണൽ ഫോം. വില്ലെന്നുള്ളത് എന്തായിട്ട് മാറി? വുഡായിട്ട് മാറി. അപ്പൊ കണ്ടീഷണൽ ഫോമാണ്. എന്താ പറഞ്ഞത്? സിമ്പിൾ ഫ്യൂച്ചറിന്റെ കണ്ടീഷണൽ ഫോമിലുണ്ടാകും കേട്ടോ. യെസ്, ഓക്കെ. ഇനി അടുത്തൊരു വാചകം എഴുതേണ്ടത് ഇഫ് യു ഹാഡ് വർക്ക്ഡ്, WORKED, വർക്ക്ഡ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമ്മള് 3 ടൈപ്പ് മതി. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഈ മൂന്നാമത്തെ പറഞ്ഞേക്കാണ് ഇഫ് യു ഹാഡ് വർക്ക്ഡ്. എന്താണ് ഇഫ് യു ഹാഡ് വർക്ക്ഡ്? ആർക്കെങ്കിലും പറയാമോ ആ വന്നിരിക്കുന്ന ടെൻസ് ഏതാണെന്ന്? ആദ്യം നമ്മൾ പറഞ്ഞപ്പോ സിമ്പിൾ പ്രസന്റ് ആയിരുന്നു, രണ്ടാമത് പറഞ്ഞപ്പോ സിമ്പിൾ പാസ്റ്റ് ആയിരുന്നു. ഇത് ഏത് ടെൻസ് ആണെന്ന് പറയാമോ? ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, വെരി ഗുഡ്. കാരണം എന്താ വെച്ചാൽ ഹാഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഹാഡും അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെ ആ ടെൻസിനെ പറയുന്ന പേര് പാസ്റ്റ് പെർഫെക്റ്റ് എന്നാണ്. എന്താ പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത അടിയിൽ പാസ്റ്റ് പെർഫെക്റ്റ് ഇരിക്കും. പാസ്റ്റ് പെർഫെക്റ്റ്. ആ പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതിന് അതിന്റെ മടിയിൽ ഒരു ക്ലൂ എഴുതിയിട്ടേക്ക് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബിന്റെ PP എന്നാണ്. വെർബ് എന്നിട്ട് PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അല്ലെങ്കിൽ V3 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ് V3 എന്നോ അല്ലെങ്കിൽ PP പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ സബ്ജക്റ്റും അത് കഴിഞ്ഞതിന് ശേഷം ഹാഡും പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ ആ ടെൻസിനെ പറയുന്ന പേരാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ നമ്മള് ആദ്യം സിമ്പിൾ പ്രസന്റ് ആണ് വന്നതെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് വില്ല് ചേർത്ത് എഴുതണമെന്ന് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അപ്പുറത്ത് വുഡ് ചേർത്ത് എഴുതണമെന്ന് പറഞ്ഞു. ഇതിപ്പോ സിമ്പിൾ പ്രസന്റും അല്ല സിമ്പിൾ പാസ്റ്റും അല്ല, മറിച്ച് എന്താ വന്നേക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പൊ അപ്പുറത്ത് എഴുതേണ്ടത് ഞാൻ പറയാം. നോക്കിയേ, ആ സെന്റൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. ഇഫ് യു ഹാഡ് വർക്ക്ഡ്, WORKED, വർക്ക്ഡ് യു വുഡ് ഹാവ്. അതെ, വുഡ് ഹാവ്, WOULD, വുഡ് ഹാവ് പാസ്ഡ്, PASSED, പാസ്ഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ശ്രദ്ധിക്കാം. അപ്പോ തന്നിരിക്കുന്നതിന്റെ സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ വുഡിന് പകരം ഫുഡ് ആയാലും കുഴപ്പമില്ല, അതിന് പകരം ഷുഡ് ആയാലും കുഴപ്പമില്ല, അതിന് പകരം മൈറ്റ് ആയാലും കുഴപ്പമില്ല, അതിലേതെങ്കിലും ഒന്ന്. പിന്നെ ഹാവ്, പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോം. ഏത് ഫോം? V3 എന്ന് പറയുന്ന ഫോം. ഇങ്ങനെ എഴുതും. അപ്പൊ തന്നിരിക്കുന്ന വാചകത്തില് സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസ് എഴുതുമ്പോൾ വുഡോ ഷുഡോ മൈറ്റോ ഉപയോഗിക്കണം, പിന്നെ ഹാവ് ഉപയോഗിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ മൂന്നാമത്തെ ഫോമും എഴുതണം. അപ്പൊ നമ്മളൊരു ക്യാപ്സ്യൂൾ പോലെ ഓർത്തിരിക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്.
If you had worked, you would have passed. Yancy Sojan? Sir, ഇങ്ങോട്ട് നോക്കിയിട്ട് അത് മൂന്നൊന്ന് കാണാതെ പറഞ്ഞു നോക്കി കിട്ടുന്ന നോക്കട്ടെ. if you work hard, you will pass. If you worked hard, you would pass. If you had worked, you would have passed. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊരു ക്യാപ്ഷനാണ്. ഇതൊരു ക്യാപ്സുൾ പോലെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുക. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്ന ഇത് ഇന്നത് വെച്ച് പൂരിപ്പിക്കുക. കണ്ടീഷണൽ ക്ലോസ് ഒന്നും ഉണ്ടാവില്ല. ഒരു സെന്റൻസിന്റെ പകുതി കൊടുക്കും, അതുകൊണ്ട് ബാക്കി പൂരിപ്പിക്കാൻ പറയും. അപ്പൊ നമ്മൾ ഈ ടെൻസ് നോക്കണം. ഇത് ഏത് ടെൻസിലാണ് വന്നേക്കുന്നത്, എങ്ങനെയാ പൂരിപ്പിക്കേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കിക്കണം. കൊച്ചിരാണി സെബാസ്റ്റ്യൻ അത് മൂന്നൊന്ന് പറഞ്ഞേ. If you work hard, you will pass. If you worked hard, you would pass. Yes. If you had worked, you would have passed. Passed. Okay. ഈ മൂന്നെണ്ണം പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. എവിടെയെങ്കിലും മനസ്സിലാവുകയോ എന്തെങ്കിലും കുഴപ്പങ്ങളോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ചോദിക്കുക. എനിക്ക് ഇതിന്റെ സ്ഥലത്ത് പിടിക്കുന്നില്ലല്ലോ എന്നോട് ചോദിക്കുക. സാർ പാസ്റ്റ് പെർഫെക്റ്റ് വന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞിരുന്നു. ഒന്നുകൂടി പറഞ്ഞോളൂ സ്മിത, ഒന്ന് ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറഞ്ഞോളൂ. എനിക്ക് ആ പാസ്റ്റ് പെർഫെക്റ്റ് വന്നിടത്തെ ഇവിടെ നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, അപ്പൊ ശരിക്കും കേൾക്കാൻ പറ്റിയില്ല. വെരി ഗുഡ്. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. ഓക്കെ. യെസ്, നമ്മളെ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞൊരു ടെൻസ് ഉണ്ട്. ആ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എഴുതുന്ന സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം ഹാവ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അത് V3. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിന്റെ സ്ട്രക്ചർ. ഓക്കെ. അതിന്റെ കണ്ടീഷൻ ഫോം, ആ വിൽ എന്നുള്ളത് മുട്ടാക്കണം. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് സബോർഡിനേറ്റ് ക്ലോസിംഗ് ഇപ്പുറത്ത് വരുന്നത് അല്ലെ, മുട്ടുക. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിന്റെ ഏത് കണ്ടീഷണൽ ഫോം ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാം. ഇഫ് യു ഹാഡ് വർക്ക്ഡ്, ഹാഡ് പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോൾ അത് നമുക്ക് പറയാനായിട്ട് സാധിക്കും അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ അതിന്റെ അപ്പുറത്ത് വരുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ കണ്ടീഷണൽ ഫോം ആയിരിക്കും. അപ്പം ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എന്താണെന്ന് ഞാനിപ്പോ പറഞ്ഞു. സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ ഹാവ് പ്ലസ് ഹാവ്, പിന്നെ വെർബിന്റെ V3. ആ വില്ല് എന്നുള്ളത് എന്താക്കുക, വുഡ് ആക്കാം. ഷാലാണെങ്കിൽ ഷുഡ് ആക്കാം, അല്ലെങ്കിൽ കുഡ് ആക്കാം, അല്ലെങ്കിൽ മൈറ്റ് ആക്കാം. ഇതാണ് അങ്ങനെ ചെയ്യുന്നത്. If you work hard, you will pass. If you worked hard, you would pass. If you had worked, you would have passed. Yes. അപ്പൊ ഇതിനകത്ത് പരീക്ഷയ്ക്ക് വരുമ്പോൾ ചോദ്യം ഉണ്ടാവും. അതിന്റെ അടിയിൽ 3 വാചകം ഉണ്ടാവും. വില്ല് ഉണ്ടാവും, വുഡ് ഉണ്ടാവും, വുഡ് ഹാവ് ഉണ്ടാവും. ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് പൂരിപ്പിക്കാനായിരിക്കും ചോദ്യം വരുന്നത്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ടെൻസ് നോക്കുക, ഏതാണ് എടുത്ത് പൂരിപ്പിക്കേണ്ടത് അടുത്ത് പൂരിപ്പിക്കും. അവിടെ ഹാവ് മാത്രമേ വരാവുന്നുണ്ടോ? വേറെ എന്തെല്ലാം വരാം? ഹാഡോ? ഇല്ലില്ല, വിൽ ഹാവ്, വിൽ ഹാഡ് വരില്ല. വിൽ ഹാവ്. ഓക്കെ, അതിനകത്ത് കൂടെ വരില്ല. വില്ലില്ലെങ്കിൽ ഹാവ് മാത്രമേ വരുള്ളൂ. നേരെ മറിച്ച് വില്ലില്ലെങ്കിൽ ഹാസോ ഹാവോ മാറി വരുള്ളൂ. വിൽ ഹാവ്. സബ്ജക്റ്റ് സിംഗുലർ ആയാലും ശരി, പ്ലൂറൽ ആയാലും ശരി, വിൽ ഹാവ്. യെസ്, സിമ്പിൾ അല്ലേ? സംഗതി പറഞ്ഞപ്പോ ഒക്കെ പിടികിട്ടി. ഇനി 2 ദിവസം കഴിഞ്ഞത് നോക്കുമ്പോഴാണ് വേറെ ഏതെങ്കിലും വഴിക്കൊക്കെ പോണത്. ഇതല്ലേ ഉദ്ദേശിച്ചത്? സാർ ഒന്ന് പറഞ്ഞോട്ടെ. യെസ്, പറഞ്ഞോളൂ സ്മിത. ഈ സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിൽ മെയിൻ ക്ലോസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലേ വരത്തുള്ളൂ. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷണൽ ഫോമിലേ വരുള്ളൂ. കണ്ടീഷണൽ ഫോമിലോട്ടാ, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ കണ്ടീഷണൽ ഫോമിലോട്ടാണ് വരുന്നത് അല്ലേ? അത് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ കണ്ടീഷണൽ ഫോം എന്ന് പറയുന്നതിനകത്താണ് നമ്മൾ വുഡ് ഹാവ് ചേർത്തത്. വുഡ് ഹാവ് വന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ഒരു 12 ടെൻസിൽ നമുക്ക് ആ വെർബ് സിസ്റ്റം പറയുമ്പോൾ ഞാനത് പറയാം. അപ്പൊ അവിടെ അത് ഉള്ളതിന്റെ പേരിട്ടാണ് ഡീറ്റെയിൽ. അപ്പൊ നമ്മളൊരു 12 ടെൻസ്, ആ 12 ടെൻസിന് തിരിച്ചറിയാനായിട്ടുള്ള മെത്തേഡുകളൊക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. വെർബ് സിസ്റ്റം ഒരു സാധനം വരുന്നുണ്ട്, അവിടെ വെച്ച് നമുക്കത് നോക്കാം. അതാണ് ഞാൻ ഇപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത്. 12 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ സിമ്പിൾ പ്രസന്റും സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും
ഫ്യൂച്ചർ പെർഫെക്റ്റ് പറഞ്ഞോളൂ. ബാക്കി ഇനി ഒരു 8 കൂടി വേറെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് വെർബ് സിസ്റ്റം വേണ്ട. അപ്പൊ ഇതും ഒന്നും കൂടി പറയുകയും ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോ ഈ പറഞ്ഞതിൽ ആർക്കും ഡൗട്ട് ഇല്ല? യെസ്. അപ്പൊ ഞാനൊരു വാചകം പറയുന്നത് നിങ്ങളൊന്ന് എഴുതാൻ പറ്റും നോക്കി. ഓക്കെ 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 ഓക്കെ. സ്മിത എഴുതിയോ? If you had come to my home dash. And if you had come to my home, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇഷ്ടമുള്ള പൂരിപ്പിച്ചു. അപ്പൊ അപ്പുറത്ത് എന്ത് പറയാം? വുഡ് ഹാവോ ഷുഡ് ഹാവോ അത് വന്നിരിക്കണം കേട്ടോ. കാരണം ഇപ്പുറത്ത് ഹാഡ് ഉണ്ട്. അപ്പൊ അപ്പുറത്ത് എന്ത് വന്നിരിക്കണം? വുഡ് ഹാവ്. പിന്നെ വെർബിന്റെ V3 മൂന്നാമത്തെ ഫോം ആയിരിക്കും. യെസ്, എഴുതിക്കോളൂ. If you had come to my home, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ. You would have called me. Okay, നീ എന്നെ വിളിച്ചേനെ. ശരിയാണ് അഖില. You would have met my family. Okay, Siji, correct ആണ്. I should have gone എന്നുള്ളത് ശരിയാവോ? I should have gone. നീ വന്നില്ല, ഞാൻ പോയേനെ, ഞാൻ കാണാൻ നിൽക്കൂല. ശരിയാണ്. You would have showed it. നീ അത് കാണിച്ചേനെ. ഓക്കെ. നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടുന്ന് പോയേനെ. യെസ്. അപ്പുറത്ത് ഷുഡ് കുഡ് ഹാവ് പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം അത് മറക്കരുത്. അങ്ങനെ തന്നെ വരണം. ഒന്നിട്ട് പേരൊക്കെ എഴുതി. ബാക്കിയുള്ളവര് If you had come to my home, I would have bought chicken. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. I would have bought ticket. ഞാൻ ടിക്കറ്റ് വാങ്ങി വെച്ചേനെ. ഓക്കെ. അപ്പൊ നമുക്ക് ഒരുമിച്ച് സിനിമയ്ക്ക് പോകായിരുന്നു. യെസ്. If you had come to my home, you could have participated my birthday. Okay, you could have participated my birthday. നിനക്ക് എന്റെ ബർത്ത്ഡേയിൽ പങ്കെടുക്കാൻ. ഓക്കെ ദീപ, വെരി ഗുഡ് വെരി ഗുഡ്. ഇഷ്ടമുള്ളത് ഓരോരുത്തർക്കും അവരവിടെ ഭാവനക്കനുസരിച്ച് ഫില്ല് ചെയ്തോ. ശ്രദ്ധിക്കേണ്ടതല്ല. യു വുഡ് ഹാവ് മെറ്റ് ഇറ്റ്. സ്മിത കറക്റ്റ്. I should have given a feast. Oh, Jisha, very good. ഞാൻ നിനക്ക് ചെലവ് ചെയ്തേനെ. I would have cooked food. ഞാൻ ഭക്ഷണം പാകം ചെയ്തതേനെ. ഉസൈല. ഓക്കെ. നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ഞാൻ ഭക്ഷണം പാകം ചെയ്യാൻ. നീ വന്നില്ല, ഞാൻ ഭക്ഷണം പാകം ചെയ്തില്ല. യെസ്. I would have prepared എന്നാക്കാം. ശാന്തി, prepared food. ഫാസ്റ്റ് V3 വേണ്ട. prepared. You should not feared എന്നാക്കാം. should not have feared എന്നാക്കാം. സറീന. I would have ചേർക്കാൻ വിട്ടുപോയി കാർത്തിക. I would have spent time with you. have കൂടി ചേർന്നിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. I would have gone there. ഫാത്തിമ. I would have അവിടെ വെരി ഹാപ്പി എന്നുള്ളതിന്റെ ഇടയിൽ ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ചേർക്കാം. ഓക്കെ. ജെറോമിന്റെ വായിച്ചില്ല, പോയി. യെസ്. വി വുഡ് ഹാവ് കഴിഞ്ഞിട്ട് ഒരു വാക്ക് ചേർത്തിട്ട് വി വുഡ് ഹാവ് ഈറ്റൻ ഡിന്നർ ടുഗദർ. ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർക്കാം ഹാവ് കഴിഞ്ഞിട്ട്. I could have arranged a party. വെരി ഗുഡ് വെരി ഗുഡ് സജന. കറക്റ്റ് ആണ് കറക്റ്റ് ആണ്. We would have arranged a party. I would have arranged a party. Okay. We would have കൊച്ചു അത് ഈറ്റൻ എന്നല്ല. V3 would have eaten dinner together. Eaten V3 മൂന്നാമത്തെ. Eat ate eat. You would have tasted food. Okay സ്മിത, കറക്റ്റ് ആണ്. If you had come to my home, I would have given you the money. ഞാൻ നിനക്ക് പൈസ തന്നേനെ. യെസ്. ഓക്കെ. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് കണ്ടീഷൻ സെന്റൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് എന്താണ് മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞു, ഇഫ് ക്ലോസ് എന്താണെന്ന് പറഞ്ഞു, സിമ്പിൾ പ്രസന്റ് വി വുഡ് ഹാവ് ഈറ്റൻ ഡിന്നർ. ഓക്കെ കൊച്ചു. അപ്പോ നമുക്ക് പറയാം
സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും അപ്പുറത്ത്, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അപ്പുറത്ത് കണ്ടീഷണൽ ഫോം ആയിരിക്കും, ഇപ്പുറത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അപ്പുറത്ത് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷണൽ ഫോം ആയിരിക്കും. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നെക്സ്റ്റ് ടൈം പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, till then bye. Okay, see you. Thank you, sir. Thank you, sir. Thank you, Yes, sir. sir. Thank you. Good night. Okay, thank you.